മംഗളവാർത്ത. ദൈവസുതന്റെ മനുഷ്യാവതാര കർമ്മം നിവർത്തിതമാകുവാൻ ഒരു മനുഷ്യവ്യക്തിയുടെ സഹകരണം ആവശ്യമായിരുന്നു. ഹൗവ മനുഷ്യകുലത്തിന്റെ നാശത്തിന് കാരണഭൂതയായതുപോലെ പരിശുദ്ധ കന്യക മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണഭൂതയായി. ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ചുകൊണ്ട് അവൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. കൃപാവര സമ്പൂർണെ, നീ സന്തോഷിച്ചാലും കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവൾ ഈ വചനം മൂലം അസ്വസ്ഥചിത്തയായി. ഈ സ്വസ്തിയുടെ വിവക്ഷ എന്താണെന്ന് അവൾ ചിന്തിച്ചു. എന്നാൽ ദൈവദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവകൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവന് ഈശോ എന്ന് നീ പേര് വിളിക്കണം. അവൻ മഹാനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കുന്നതാണ്. യാക്കോബിന്റെ ഭവനത്തിൽ അവൻ നിത്യഭരണം നടത്തും. അവന്റെ ഭരണത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് ചോദിച്ചു, ഞാൻ കന്യകയായിരിക്കുന്നുവല്ലോ, പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ പ്രതിവദിച്ചു, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ ശിശു പരിശുദ്ധനായിരിക്കും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കൂടാതെ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് 6-ാം മാസമാകുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ അടുക്കൽ നിന്നും പോയി. പരിശുദ്ധ കന്യക, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യപൂർണമായ പ്രവൃത്തി. അതുവഴി മേരി എല്ലാ മനുഷ്യരെയും ദൈവമക്കളുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരോധിച്ചു. കന്യക മറിയം മനുഷ്യാവതാര രഹസ്യത്തിന് പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി സമ്മതം നൽകി പരിത്രാണ കർമ്മത്തിൽ സഹകരിച്ചു. രക്ഷണീയ കർമ്മം മനുഷ്യാവതാരം വഴി ദൈവവുമായി മർത്യവംശത്തെ ഐക്യപ്പെടുത്തുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിന് മനുഷ്യ സ്വഭാവം നൽകുവാൻ പരിശുദ്ധ കന്യക സമ്മതം നൽകിയപ്പോൾ മിശിഹ വഴിയായിട്ടുള്ള രക്ഷാകർമ്മം പ്രോദ്ഘാടിതമായി. നിത്യത്തിൽ ഒരു ശാരീരിക മാതാവിനെ കൂടാതെ പിതാവായ ദൈവത്തിൽ നിന്നും ജനിച്ച സുതനായ ദൈവം കാലത്തിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധ കന്യകയിൽ നിന്നും ശാരീരിക പിതാവിനെ കൂടാതെ ജനിക്കുന്നു. പരിശുദ്ധ കന്യകെ, ഞങ്ങളുടെ പരിത്രാണത്തിന്റെ വില ദൈവം അങ്ങയെ ബലമേൽപ്പിച്ചിരിക്കുന്നു. നാഥേ, നീ സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കും എന്ന് വിശുദ്ധ ബർണാർഡ് പ്രസ്താവിച്ചിരിക്കുന്നു. പരിശുദ്ധ കന്യകയെ പോലെ നാമും ദൈവ തിരുമനസ്സിന് വിധേയരായി വർത്തിക്കുമ്പോൾ ദൈവമക്കളായി തീരുന്നു. അപ്പോഴാണ് സ്വാതന്ത്ര്യം സുരക്ഷിതമാകുന്നത്.